ഹരേ കൃഷ്ണ. നമുക്കിന്ന് ഭക്തി സേവനത്തിന്റെ തത്വങ്ങൾ, അതായത് ശുദ്ധമായിട്ടുള്ള ഭക്തി സേവനത്തിന്റെ തത്വങ്ങൾ, അല്ലെങ്കിൽ ശുദ്ധമായ ഭക്തി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പം ഇത് ഭഗവത്ഗീതയില് 9-ാം അധ്യായത്തില് ഭഗവാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ശുദ്ധമായിട്ടുള്ള ഭക്തിയുത സേവനങ്ങൾ ചെയ്യേണ്ടത് എന്ന്. അതിൽ ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണെന്ത്? അസൂയ. അസൂയ ഇല്ലാത്തവർക്ക് കൃഷ്ണനെ എളുപ്പത്തില് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കും. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്. എന്താണ് പറയുന്നത്? 9-ാം അധ്യായത്തില് ആദ്യത്തെ ശ്ലോകം: തന്നോട് അസൂയയുള്ളവർക്ക്, അല്ലെങ്കിൽ തന്നോട് അസൂയയുള്ളവരോട് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുന്നില്ല എന്ന്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ലോകം മൊത്തമുള്ള എല്ലാവർക്കും ഭഗവാനോട് 99% ആൾക്കാർക്കും അസൂയയാണ്. കേരളത്തില്, പ്രത്യേകിച്ചും കേരളത്തില് അവര് ഭഗവാന്റെ ലീലകൾ മാത്രം അംഗീകരിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കാത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ഋഷികേശ സേവനം ഭക്തിരുച്യതേ. ഋഷികേശനെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭക്തിയുത സേവനം. അല്ലെങ്കിൽ ഭക്തിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുക. അസൂയ ഉള്ളവർക്ക് എന്താണ്? അസൂയുള്ളവരോട് ഭഗവാൻ ഒരിക്കലും സ്വയം വെളിപ്പെടുത്തുന്നില്ല. എന്താണ് പറയുന്നത്? അർജുനനോട് ഭഗവാൻ പറയുന്നത്, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നില് അസൂയാലുവായിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഞാൻ ഗ്രഹിപ്പിക്കാം. ഭഗവാന്റെ ഗുണങ്ങളില് അസൂയയുള്ളവരോട് സംസാരിക്കാൻ ഭഗവാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ അർജുനോട് പറയുകയാണെന്ന്, ഇത്രയും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി പരമമായിട്ടുള്ള രഹസ്യം പറയുന്നതിന് മുമ്പ് അർജുനനോട് ഭഗവാൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഈ അതീവ രഹസ്യമായിട്ടുള്ള, അല്ലെ, പരമഗുഹ്യമായിട്ടുള്ള ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. നമുക്ക് വികാരങ്ങളും വിചാരങ്ങളും ഉള്ളതുപോലെ ആർക്ക്? ഭഗവാനും ഇതെല്ലാം ഉണ്ട്. നമ്മളോട് ആരാണോ സൗഹൃദം പങ്കിടുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ആരാണോ ശരിയായ രീതിയിൽ ഡീല് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഇടപെടുന്നത്, അവരോട് നമ്മൾ സൗഹൃദം പങ്കിടാൻ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ ഭഗവാനും ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മോട് സൗഹൃദം പുലർത്താത്തവരുമായി നമ്മൾ സൗഹൃദം പങ്കിടാൻ ആഗ്രഹിക്കാത്തത് പോലെ ആ കൃഷ്ണനും അത്തരം സൗഹൃദമില്ലാത്ത അസൂയയുള്ള ആളുകളെ ഭഗവാനും ഒഴിവാക്കുന്നു. അപ്പം ഒരു ശുദ്ധമായിട്ടുള്ള ഭക്തി, അല്ലെങ്കിൽ ഭക്തിയുത സേവനം, അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ അറിയണമെങ്കിൽ, ആ രഹസ്യം അറിയണമെങ്കിൽ എന്ത് വേണം? ആ ഭഗവാനോടുള്ള എല്ലാ അസൂയയിൽ നിന്നും നാം ആദ്യം സ്വയം മോചിതരാകണം. അതിനെന്ത് വേണം? ആ ഭഗവാനെ അംഗീകരിക്കണം. വേറെ ഒന്നിലും പോകരുത്. അപ്പം ഒരുപാട് ആൾക്കാര് ഭഗവാനോട് അസൂയയുണ്ട്. കാരണം എന്തുകൊണ്ടാ? കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത, അതിര് കടന്നിട്ടുള്ള ഗുണങ്ങളുണ്ട് അദ്ദേഹത്തിന്, അല്ലെ?
അപ്പം ഈ ലോകത്തിലെ ജീവജാലങ്ങളായിട്ടുള്ള നമുക്കും ഈ ഭൗതിക ലോകത്തില് ജന്മം എടുത്തിട്ടുള്ള കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നും ദൈവമോ കൃഷ്ണനോ ഒക്കെ ആകാനുള്ള ഒരു രഹസ്യമായിട്ടുള്ള ആഗ്രഹം പലരും സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പം അതിനാല് ആ കൃഷ്ണന്റെ അസാധാരണമായിട്ടുള്ള ഗുണങ്ങൾ കേൾക്കുമ്പോൾ, ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് അവൻ നമ്മളും അത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് അത് ലഭിക്കില്ല. അതിനാൽ നമുക്ക് കൃഷ്ണനോട് അസൂയ തോന്നുന്നു. അപ്പം നമുക്കറിയാം ഭഗവാനോട് അസൂയ തോന്നിയിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിശുപാലന് ഭഗവാനോട് അത്രമാത്രം അസൂയാലുവായിരുന്നു. ആര്? ശിശുപാലൻ. അപ്പം യുധിഷ്ഠിര മഹാരാജാവ് ഈ രാജസൂയയാഗം നടത്തുന്ന സമയത്ത് അഗ്രപൂജയ്ക്കായിട്ട് ഭഗവാനെ തിരഞ്ഞെടുക്കും. ഉം. ആ അവിടെ കൂടിയിരുന്ന എല്ലാവരും ഭഗവാനെ ആരാധിക്കുന്നതില് എല്ലാവരും എന്താണ് സന്തോഷം കണ്ടെത്തിയിരുന്നു. എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ശിശുപാലന് ഇതൊന്നും കേട്ടിട്ട് സഹിച്ചില്ല. ആ ഭഗവാന്റെ മഹത്വം കേട്ടിട്ട് സഹിക്കാനായില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും? ആ ഭഗവാനെ നിന്ദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒടുവില് ശിശുപാലൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് ശിശുപാലന്റെ മാനസികാവസ്ഥയുള്ള ആളുകളോട് തന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത് ഭഗവാൻ ഒഴിവാക്കുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാര് കൃഷ്ണാവബോധം സ്വീകരിക്കാനായിട്ട് വരുന്നത് കാണാം. പക്ഷെ അവരിൽ ചിലപ്പം ഒരാള് പോലും അത് സ്വീകരിക്കുന്നതായിട്ട് ചിലപ്പോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടാ? ആ ഭഗവാനെ അവർക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അസൂയയുള്ള എന്താണ് ആൾക്കാരോട് തന്റെ രഹസ്യം തന്നെക്കുറിച്ച് ഭഗവാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അസൂയയുള്ള ആത്മാക്കളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഒരാളോട് ഒരുപാട് തവണകൾ പറയാറുണ്ടല്ലേ, കേൾക്കണം കേൾക്കണം, കേട്ടാലേ മനസ്സിലാവൂ, ഭഗവാനെ കുറിച്ച് കേട്ടാലേ മനസ്സിലാവൂ, ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം തൊട്ട് വായിക്കണം, എങ്കിലേ ഭഗവാൻ ആരാണ് എന്ന് മനസ്സിലാവൂ. സപ്താഹത്തിന് പോയിട്ട് ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവുകയില്ല. ഉം. ആ ഭഗവാനെ അറിയണമെങ്കിൽ ശരിയായിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കണം, അസൂയ ഇല്ലാതാവണം. കാരണം നമ്മളെ പോലൊരു സാധാരണ വ്യക്തിയല്ല. നമ്മളെ പോലെ ഭൂമിയിൽ ജനിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയല്ല. ആ ഒരു കണ്ണുകൊണ്ട് നമ്മള് കാണരുത്. അടുത്തെന്താ? കൃഷ്ണനോടൊന്ന് തന്നെയല്ല, എല്ലാവരോടും, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടുമുള്ള അസൂയ എന്ത് വേണം? ഇല്ലാതാക്കണം. നമ്മൾ ആ ഭഗവാനോടുള്ള അസൂയ, അല്ലെ, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാല് എന്താണ്? ആ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ അസൂയയും മറ്റുമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാല് ഭഗവാന്റെ ഹൃദയം നമ്മോട് തുറക്കുമെന്നാണ് പറയുന്നത്. ഏത് രീതിയില്? ആ ഭക്തി ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും രഹസ്യാത്മകമായിട്ടുള്ള അറിവ് അദ്ദേഹം എങ്ങനെയാണോ അർജുനന് നൽകിയത്, അതേ രീതിയിൽ നമുക്കും നൽകും. അതിലൂടെ, ആ അറിവ് ലഭിക്കുന്നതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും എല്ലാ അജ്ഞതയും അകലുകയും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുകയും ചെയ്യും. സിമ്പിൾ, ഒറ്റ കാര്യമുള്ളൂ. അതാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തെ സേവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കാര്യം. അതിനപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടുമുള്ള അസൂയ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. ഈ ലോകത്ത് ആരും
അസൂയപ്പെടരുത് ഒന്നിനോടും. നമ്മുടെ ഹൃദയം എല്ലാ അസൂയയിൽ നിന്നും മുക്തമായിരിക്കണം. അത് ഏറ്റവും ഭക്തി സേവനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അത്. കാരണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചാലേ ഭഗവാൻ നമ്മളെ സ്നേഹിക്കൂ. എന്താണ് ഭഗവാൻ പറയുന്നത്? പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നില് അസൂയാലുമായിട്ടില്ല, അല്ലേ? അതിനാല് അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാല് ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകുമെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, എന്തെല്ലാം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെയാണ് ഓരോ ദിവസവും. കാരണം നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഭക്തി അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള ഭക്തിയാണ് എന്ത്? എല്ലാ അറിവുകളുടെയും രാജാവ്. എല്ലാ അറിവുകളുടെയും ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഭക്തി അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള ഭക്തി. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താ? ഋഷികേശ സേവനം ഭക്തി രുച്യതേ. ഋഷികേശനെ സേവിക്കുക. ഏറ്റവും വലിയ അറിവ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അറിവ് നേടുന്നത്. അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവായിട്ട് കണക്കാക്കുന്നത്. ആ അറിവ് എന്താണ്? ആ അറിവാണ് ഭക്തിയെക്കുറിച്ചുള്ള അറിവ്. കാരണം ഈ ഒരു മെറ്റീരിയൽ വേൾഡ് ടെമ്പററി ആണ്. ഇവിടെ ക്ലേശങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ക്ലേശങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ നിന്ന് പോകണം. ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? ആ എങ്ങനെ പോകണം എന്നുള്ള അറിവ് നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ആ അറിവ് ആരാ തരണമെന്ന് നമ്മൾ അറിയണം. ഏത് രീതിയിലാണ് എന്നറിയണം. അതാണ് ഏറ്റവും വലിയിട്ടുള്ള അറിവ്. കൃഷ്ണനെ അറിയുക. നമുക്കെല്ലാം ആ അറിവ് കിട്ടിയവരാണ്. നമ്മളത് പരിശീലിച്ചാൽ മാത്രം മതി. കൃഷ്ണനെ അറിയുക, അല്ലെ? ആ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കൃഷ്ണനോടുള്ള ഭക്തി. കൃഷ്ണനെ അറിയുക, കൃഷ്ണനിലേക്ക് പോവുക എന്നതാണ് ആ ജീവിതത്തിന്റെ ലക്ഷ്യം. അത് ഏതുവഴിയെ നേടാൻ പറ്റൂ? ഭക്തിയിൽ കൂടി മാത്രമേ അത് നേടാനാവൂ. അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, കൃഷ്ണഭക്തി അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള നേരിട്ടുള്ള ഭക്തിയാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള അറിവ്. ഭഗവത്ഗീതയുടെ രാജഗുഹ്യം, ഏറ്റവും വലിയ അറിവ്. ഇത് എല്ലാ അറിവിന്റെ രാജാവാണ്, രാജവിദ്യയാണ്. ഈ അറിവ് ശാശ്വതമാണ്, നശിക്കാത്തതാണ്. കൃഷ്ണനോടുള്ള ഭക്തി നിർഭരമായ സേവനമാണ് എന്ത്? അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരാൾ ധാരാളം ആനന്ദം അനുഭവിക്കുന്നു, ഭയങ്കര സന്തോഷമായിരിക്കും. അതിനാൽ ഭക്തി എന്ന് പറയുന്നത് സുഖമുള്ള കാര്യമാണ്. അപ്പം ആ ഭഗവാനോട് ഭക്തി നിർഭരമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ് ഒരാൾക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത്. ആ ഭക്തി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് നേടാൻ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. എന്ത്? ശ്രവണവും കീർത്തനവും. ശ്രവണം എന്നാല് ആ ഭഗവാനെ കുറിച്ചുള്ള ലീലകളല്ല, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്. കീർത്തനം എന്നാല് ഭഗവാന്റെ എന്താണ്? നാമങ്ങൾ, ഹരേ കൃഷ്ണ മഹാമന്ത്രം പോലെയും അല്ലെങ്കിൽ കീർത്തനങ്ങൾ ജപിക്കുകയും ഭഗവാന്റെ മഹത്വങ്ങൾ ആലപിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ പ്രവർത്തനങ്ങള് എന്തു പറ്റും? അവസാനം ആ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. മാത്രമല്ല ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവര് സ്വാദിഷ്ടമായിട്ടുള്ള പ്രസാദവും ഭക്ഷണവും കഴിക്കുന്നു. അതുകൊണ്ട് ഭക്തി ജീവിതം എന്നാൽ എന്താ? ശ്രവിക്കുക, പാടുക, നൃത്തം ചെയ്യുക, ആലപിക്കുക, പ്രസാദം കഴിക്കുക. പിന്നെ എന്താണ്? ഇതിനെല്ലാം ശേഷം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനന്ദകരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ആത്മീയ ലോകം കൈവരിക്കുക. ഇത് നേടണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. ആ ഭക്തിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നാരദ പഞ്ചരാത്രിയത്തിൽ പറയുന്ന ഭക്തിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഋഷികേശ സേവനം. വേറെ ആരെ സേവിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഋഷികേശ സേവനം. ഭക്തി എന്നാൽ ഋഷികേശ സേവനം, വേറെ ഒന്നുമല്ല. അപ്പം ഈ അറിവെല്ലാം നേടിയെടുക്കുന്നത് എന്താണ്? ഭക്തി കൊണ്ട് മാത്രമേ പറ്റൂ. ആ ഭക്തിക്ക് എന്ത് വേണം? എല്ലാം ത്യജിച്ചിട്ട് നമ്മള്
എന്ത് വേണം? അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതായിരിക്കണം അൾട്ടിമേറ്റ്. വേറെ എന്ത് നമ്മള് എന്താ പറയാ, എന്തൊക്കെ വിഷമങ്ങളിൽ കൂടെ കടന്നു പോയി, അല്ലെങ്കിൽ ഈ ഭക്തിക്ക് വേണ്ടിയിട്ട് എന്ത് വിഷമതകൾ അനുഭവിക്കണമെങ്കിലും നമ്മളത് അനുഭവിച്ച് നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ചില കാര്യങ്ങൾ വിടാൻ ചിലപ്പോൾ ഭയങ്കര പ്രയാസമായിട്ട് എങ്കിൽ പോലും, എങ്കിൽ മാത്രമേ എന്താണ് ആ അത്യന്തികമായ ലക്ഷ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ആനന്ദകരമായിട്ടുള്ള സ്ഥലം, ആ ശാശ്വതമായിട്ടുള്ള ആത്മീയ ലോകം കൈവരിക്കാൻ വേണ്ടിയിട്ട് ആ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇല്ലെങ്കിൽ പിന്നെയും എന്താണ്, പുനരഭിജനനം, പുനരഭിമരണം. പെട്ടെന്നൊന്നും ഇതൊന്നും നടക്കില്ല. പക്ഷേ അല്ലേ, സ്ലിപ്പറി ഉണ്ടാവും, പായലിൽ തെന്നുന്നത് പോലെ ഒക്കെ ഉണ്ടാവും. പക്ഷെ വീഴാതെ പിടിച്ചു നിൽക്കണം, വീഴരുത്. ചിലപ്പം പാപങ്ങൾ ചെയ്യാം, ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാം, എങ്കിലും ഇത് മനസ്സിലാക്കി റിക്കവറായി വരണം. തെറ്റിക്കളിക്കുകയേ ചെയ്യാവൂ, വീഴരുത്. അപ്പം എല്ലാ അറിവിന്റെയും ഏറ്റവും വലിയ രാജാവ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം അതിന് എന്താണ് വേണ്ടത്? അടുത്തത് ആ ഭഗവാനെ അറിയാൻ, കൃഷ്ണനെ കിട്ടുവാൻ വേണ്ടിയിട്ട്, ഭഗവാനെ കിട്ടുവാൻ എന്ത് വേണം? ആ കൃഷ്ണനുള്ള വിശ്വാസം അനിവാര്യമാണ്. ഏറ്റവും വലിയ ഇതാണ്, ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം നമ്മളെ രക്ഷിക്കും എന്ന്. നമുക്ക് കൃഷ്ണനില് വിശ്വാസം ഇല്ലെങ്കിലോ ഭക്തിയുത പ്രക്രിയ ഇല്ലെങ്കിലോ എന്താണ്, ഭഗവാനെ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നതാണ്, ആ ഒരു പ്രക്രിയയിൽ നമ്മൾ പരാജയപ്പെട്ടാല്, ആ കൃഷ്ണനെ ലഭിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എന്താണ്, ആവർത്തിച്ചുള്ള ജനനവും മരണവും നടക്കുന്ന ഈ ഭൗതിക ലോകത്ത് വീണ്ടും നമ്മൾ വന്ന് കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. നമുക്ക് ഇപ്പോൾ തന്നെ എന്താണ് പല പ്രശ്നങ്ങളും, ഇനിയും ഈ കലിയുഗം പുരോഗമിക്കും തോറും, മുന്നോട്ട് പോകും തോറും വീണ്ടും കഷ്ടപ്പാടാണ്. നമുക്കറിയില്ല ആ സമയത്ത് നമുക്കിനി ഒരു മനുഷ്യനായിട്ട് വരാൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല. മനുഷ്യനായിട്ട് വന്നാലും ഈ ഒരു കൃഷ്ണാവബോധമോ ഈ അറിവോ നമുക്ക് കിട്ടുമെന്ന് പോലും നമുക്കറിയില്ല. ദിവസവും പല പല ടെൻഷൻ അടിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പരാജയപ്പെട്ടാല്, ആ ഭഗവാനെ ലഭിക്കുന്നതിൽ നിന്ന് നമ്മൾ പരാജയപ്പെട്ടാല്, ആവർത്തിച്ചുള്ള ജനനവും മരണവും നടക്കുന്ന ഈ ഭൗതിക ലോകത്ത് നമ്മൾ വീണ്ടും തുടരേണ്ടതായിട്ട് വരും, വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. 9-ാം അധ്യായം 3-ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നത്, ശത്രുക്കളെ ജയിക്കുന്നവനെ, അർജുനനോടാണ് പറയുന്നത്. ഈ ഭക്തി നിർവഹണത്തിൽ വിശ്വസ്തത ഇല്ലാത്തവർക്ക്, അല്ലെ വിശ്വാസ്യത ഇല്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല, എന്നെ കിട്ടില്ല. അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിലെ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. ഭഗവാൻ തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത്. ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് എന്ത്, ഈ ഭഗവാനുമായിട്ടുള്ള വിശ്വാസം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പ്രഭുപാദർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഒരു പെട്ടെന്നൊരു സ്വപ്നത്തിൽ ഭഗവാനെ കണ്ടിട്ട് ബാക്കിയെല്ലാം അന്നേരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട്, എനിക്ക് ഭഗവാനെ കിട്ടി, ബാക്കിയെല്ലാം ഉപേക്ഷിക്കരുത്. ഒരു ദിവസം നമ്മൾ അമ്പലത്തിൽ പോയതുകൊണ്ട് ഭഗവാനെ കിട്ടില്ല, ദിവസവും അമ്പലത്തിൽ പോയതുകൊണ്ട് ഭഗവാനെ കിട്ടണമെന്നില്ല. വിശ്വാസം വേണം, ഭക്തി വേണം. വിശ്വാസം എപ്പോഴും മാറാം. എത്ര പേരുണ്ടാവും ഈ ലോകത്ത്, അത്ര മാത്രം ഭഗവാനെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നവർ. എന്തൊക്കെ പ്രതിസന്ധികളും ഉണ്ടായിട്ടെ, ഞാൻ അദ്ദേഹത്തെ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന എത്ര പേരുണ്ടാവും. അങ്ങനെയാവണം. വേറെ ഒന്നിനും ഇട കൊടുക്കരുത്. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അപ്പുറം ഒന്നിനും വില കൊടുക്കരുത്. ഭഗവാന് അപ്പുറമായിട്ട് ഒന്നിനും വില കൊടുക്കരുത്. അത് ശാശ്വതമല്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, അർജുനനോട് പറയും. എന്താ, അതിൽ നിന്ന് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാല് വീണ്ടും ഇവിടെ വരേണ്ടി വരും. സ്വപ്നത്തിലൊക്കെ ചിലപ്പോൾ ഭഗവാൻ ദർശനം തരും, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ ഭഗവാന്റെ കൂട്ട് നമുക്ക് കണ്ടതായിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഭഗവാന്റെ
മായയുടെ പദ്ധതികളാണ് ഇതൊക്കെ, ആൾക്കാരെ വഴിതിരിച്ചു വിടുന്നതും ഒക്കെ. പക്ഷെ ലോകത്തുള്ള എല്ലാവരും എന്താണ് വേണ്ടത്? കേൾക്കണം, വായിക്കണം, പഠിക്കണം. എങ്ങനെ എങ്കിലേ മനസ്സിലാവും. ആ വ്യക്തിയെക്കുറിച്ച് അറിയണം. അപ്പം ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം കൊണ്ട് മാത്രമാണ് എന്ത് വിശ്വാസം സൃഷ്ടിക്കപ്പെടുന്നത്, ആനന്ദം അനുഭവിക്കുന്നത്. ഭാവാർത്ഥത്തില് പ്രഭുപാദിൽ പറയുന്നുണ്ട്, എന്ന് പറയുന്നത്, കൃഷ്ണനിൽ വിശ്വാസമുള്ളവർക്ക് എന്താണുള്ളത്? കൃഷ്ണനിൽ വിശ്വാസമുള്ളവർക്കുള്ള കാര്യമാണ് എന്ത്? ഞാൻ കൃഷ്ണനെ സേവിച്ചാൽ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കും എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് ആർക്ക്? ആ ഭഗവാനിൽ വിശ്വാസമുള്ളവർക്ക്. എന്നാൽ കൃഷ്ണനിൽ വിശ്വാസമില്ലാത്തവർക്കോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്തിയുടെ പാത. കൃഷ്ണനിൽ വിശ്വസിക്കുന്ന ഭാഗ്യവാന്മാർ സന്തോഷത്തോടു കൂടിയിട്ട്, ആനന്ദത്തോടു കൂടിയിട്ട് എന്ത് ഭക്തി അനുഷ്ഠിക്കും. അല്ലേ? സത്സംഗങ്ങളിൽ പോവുക, കീർത്തനം പാടുക, ഡാൻസ് കളിക്കുക, പ്രസാദം കഴിക്കുക, ആരെയെങ്കിലും സേവിക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, എപ്പോഴും അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം പറയുന്നതുപോലെ മനസ്സ് സ്വസ്ഥമായിരിക്കില്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു സമയമെന്ന് പറയുന്നത്. കാരണം ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നവരാണ് നമ്മൾ. ആ സമയത്ത് സ്വാഭാവികമായിട്ട് മായയുടെ ഒരു പ്രഭാവം നമ്മളെയും ബാധിക്കും, ചെറുതായിട്ടെങ്കിലും. അപ്പൊ ഒരു ദിവസം നമ്മൾ 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് മുക്തരാവണമെന്ന് ഇല്ല. അതിങ്ങനെ വന്നും പോയി നിൽക്കും ഒരു പരിധി വരെ. കൃഷ്ണനിൽ ഉറച്ച വിശ്വാസമുള്ളവര് തുടർച്ചയായിട്ട് ഭഗവാന്റെ മഹിമകൾ പറയുകയും നിശ്ചയദാർഢ്യത്തോടുകൂടി ഭക്തി അനുഷ്ഠിക്കുകയും എപ്പോഴും ഭഗവാനെ കാണുന്ന സമയത്ത് നമസ്കരിക്കുകയും വണങ്ങുകയും സ്നേഹത്തോടും ഭക്തിയോടെയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്താണ് എന്ത്? ഭഗവാൻ നമ്മുടെ പ്രവർത്തനത്തിന്റെ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഉദ്ദേശം കാണുന്നു. ഭഗവത്ഗീത 9:26 പറയുന്നതാണ്, ഭഗവാൻ വളരെ ലളിതമായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെ നമുക്ക് കൃഷ്ണനെ ആരാധിക്കാനും കൃഷ്ണനെ പ്രസാദിപ്പിക്കാനും കൃഷ്ണനെ നേടാനും സാധിക്കും. ഏത് രീതിയില്? ചിലപ്പോൾ പലരും ഇത് വായിക്കുന്നുണ്ടാവാം, വായിക്കുന്നവരത് വായിച്ചിട്ട് അങ്ങ് പോവും. നമ്മൾ എന്തുകൊണ്ടാണ് ഇതിലിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു സംഭവം കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്? കാരണം അടിസ്ഥാനം തൊട്ടേ മനസ്സിലാക്കി വരികയാണ്. എന്താണ് മനുഷ്യൻ? ആരാണ് ആത്മാവ്? ആരാണ് ശരീരം? എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടണം? ഇതിങ്ങനെ പടിപടിയായിട്ട് പഠിച്ചു വരുന്നത് കൊണ്ടാണ് ഈ 9-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകത്തില് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. എന്താണത് പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രണശ്യതി. ഭക്തിപൂർവം ഒരു ഇലയോ പൂവോ പഴമോ വെള്ളമോ ഏത് രീതിയിലാണ് നൽകേണ്ടത്? സ്നേഹത്തോടെയും ഭക്തിയോടെയും എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ അത് സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ആ ഭഗവാന് എല്ലാം നിവേദിക്കുന്നതും അതിനുശേഷം നമ്മൾ കഴിക്കുന്നതും. അതാണ് അതിന്റെ ഉദ്ദേശം. കാരണം ഇല്ലാത്തത് എന്താണ്? സി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഇത്രയും സാധനം മതി. ഇവിടെ ഭഗവാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് സ്വർണ്ണ കിരീടം വേണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല, പൈസ വേണമെന്ന് പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. അവൈലബിൾ ആയിട്ടുള്ള സംഗതി ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള സംഗതിയാണ് പറഞ്ഞിരിക്കുന്നത്. പത്രം പുഷ്പം ഫലം തോയം. പാപങ്ങൾ ഏൽക്കാത്ത സാധനങ്ങൾ, അത് ഭഗവാന് തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം എന്താ? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഏതൊരു
പൈസ ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന സംഗതിയാണ്. കോടിക്കണക്കിന് രൂപ ഒന്നും വേണ്ട. അതുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയും പറയരുത് എന്ത്, ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ ഭക്തരെ സ്വീകരിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ ആർക്കും പറ്റില്ല. അത് ഭഗവത്ഗീത പഠിക്കാത്തതിന്റെ അജ്ഞതയാണ് അവർക്ക്. കാരണം എന്താ, ഭഗവാൻ എങ്ങും പറയുള്ളൂ. ഭഗവാൻ പറഞ്ഞിട്ടുള്ള എന്ത് സംഗതിയാണ്, ഇത്രയും മതി എനിക്ക് തരേണ്ടത്, പത്രം പുഷ്പം ഫലം തോയം, ഇലയോ പൂവോ പഴമോ വെള്ളമോ, അത് ആര് സ്നേഹത്തോടെ തരുന്നോ ഭക്തിയോടെയും തരുന്നോ അത് ഞാൻ സ്വീകരിക്കും. അല്ലാതെ വേറെ ഒന്നും വേണമെന്ന് ഭഗവാൻ പറഞ്ഞില്ല. ഇന്ന ജാതിക്കാരൻ, ഇന്ന മതക്കാരൻ, ഇത്ര പൈസയുള്ള കോടീശ്വരൻ തന്നാലേ ഞാൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞില്ല. എത്ര കോടി ഉണ്ടായാലും, എത്ര വലിയ മതത്തിലായാലും, എത്ര വലിയ ജാതിയിലായാലും ഭക്തനല്ല എങ്കിൽ വീണ്ടും വരേണ്ടതായിട്ട് വരും. അതും ഗ്യാരണ്ടിയാണ്. പാവപ്പെട്ടതായാലും പോലും എന്താണ്, ഇത് നൽകി ഭക്തിയോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ പിന്നെ വരേണ്ടതായിട്ട് വരുന്നില്ല. മേളിൽ പോയിട്ട് ഭഗവാനോടൊപ്പം ആനന്ദ നൃത്തമാടി ശിഷ്ടകാലം ജീവിക്കാം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭഗവാൻ പറയുന്നുണ്ട് അവിടെ തന്നെ, എന്ത്, ആ ബാഹ്യമായിട്ടുള്ള താല്പര്യങ്ങളില്ല, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളില് ഭഗവാന് താല്പര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് കൃഷ്ണൻ കാണുന്നു. നമ്മുടെ ഉദ്ദേശ്യം ശുദ്ധവും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ആണെങ്കിൽ ഈ ലളിതമായിട്ടുള്ള സാധനങ്ങള് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അങ്ങനെ ആവണം. സാഹചര്യങ്ങൾ കാരണം ഭഗവാൻ അറിയാം ഈ മെറ്റീരിയൽ വേൾഡ്, ഈ ഭൗതിക ലോകം എന്താണ് എന്ന് ഭഗവാൻ അറിയാം. ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് ഭഗവാൻ അറിയാം. ദിവസവും ഗുലാജാബ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയില്ല. ഏതൊരു വ്യക്തിക്കും പൂവ് കിട്ടും. വഴി കൂടെ നടന്നു പോകുന്ന സമയത്ത് വേലിയിൽ കാണും പൂവ്. വെള്ളം അത് എവിടെ അവൈലബിൾ ആണ്. അപ്പം എന്തു തന്നെ ചെയ്തു കഴിഞ്ഞാലും പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ രീതി പറയുന്നത് അതിലും പാപമുണ്ട്. അത് പാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയും, എന്താണ് പറയുന്നത്, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാവുന്നത് കൊണ്ട് എല്ലാം ഭഗവാനുള്ള വഴിപാടായിട്ട് നമ്മൾ ചെയ്യുക എന്നാണ് പറയുന്നത്. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും കേന്ദ്ര ബിന്ദു ആരായിരിക്കണം, ഭഗവാൻ. കൃഷ്ണനായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം. നാം ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അത് കൃഷ്ണനുള്ള വഴിപാടായിട്ട് ചെയ്യണം. സി, നമ്മൾ ഒരുപാട്, വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, ഒരുപാട് സാധനങ്ങൾ വെറുതെ എന്താ പറയാ അനാവശ്യമായിട്ട് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് 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 നമ്മളെ സമയം കളയേണ്ട ആവശ്യമില്ല. ഒന്നിന്റെ ആവശ്യമില്ല. ആൾക്കാർ എന്തെല്ലാം പുസ്തകങ്ങളുടെ പുറയിലാണ് പോകുന്നത്, എന്തെല്ലാം കാര്യത്തിന്റെ പുറയിലാണ് പോകുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടാൽ മാത്രം മതി. അടുത്ത ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്നത്, എന്താണ് പറയുന്നത്, നീ എന്ത് ചെയ്യുന്നുവോ, 9:27, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, കുന്തിപുത്ര, അതെല്ലാം എനിക്കായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എനിക്ക് എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ ലോകത്ത് നാം ചെയ്യുന്ന വിവിധ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നാം സ്വയം മോചിതരാകും. ആ മംഗളകരവും അശുഭകരവുമായിട്ടുള്ള ഫലങ്ങൾ നമ്മളെ ബാധിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യില്ല. വാസ്തവത്തില് ഏതൊരു പ്രവർത്തനവും ചെയ്യുമ്പോൾ ആ ഭഗവാനെ കേന്ദ്രത്തിൽ നിർത്തുന്നതിലൂടെ എന്താണ്, നമുക്ക് കൃഷ്ണനെ ലഭിക്കും. കൂടാതെ വേദഗ്രന്ഥങ്ങൾ അനുശാസിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ നാം ചെയ്യുന്നുള്ളൂ എന്നതും പ്രധാനമാണ്. വേദങ്ങൾ പറയുന്നത് ഇത്രയും ചെയ്യാനാ, വേറെ ഒന്നുമില്ല. മനുഷ്യർ പലവിധമുള്ള പല ഗുണത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് അവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് വേദവും പുരാണവും ഒക്കെ, അവസാനം ഈ ഭക്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്.
കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് നാശം സംഭവിക്കുന്നില്ല. 9:22 ഭഗവാൻ പറയും എന്താണ്? എന്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും. ശ്ലോകം ഞാൻ പറയുന്നില്ല. ഭഗവത്ഗീത ഉണ്ടെങ്കിൽ അത് വായിച്ചു നോക്കൂ. 9:22 എന്താണ് പറയുന്നത്? എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും. അവർക്കുള്ളതെല്ലാം പിന്നെ എന്താണ്? നൽകുകയും ചെയ്യും. അവർക്ക് വേണ്ടുന്നതെല്ലാം, അവർക്കുള്ളതെല്ലാം തന്നെ ഞാൻ നിലനിർത്തുകയും ചെയ്യും. പിന്നെ 9:31 വീണ്ടും ഒന്നുകൂടെ പറയുന്നു, എടുത്തു പറയുന്നു എന്താ? ആ ഭക്തരോട് അത്രമാത്രം കരുണയുള്ളവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുന്നത്, നമ്മെ ഭക്തപ്രണിച്ചത് തന്റെ ഭക്തർക്ക് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പം ഭൗതികവാദികളൊക്കെ ചിലപ്പം സംസാരിക്കാം, ഭക്തനാണെന്ന് പറഞ്ഞിട്ട് പുള്ളി മരിച്ചു പോയല്ലോ, ഏ അതല്ല നാശം. നാശമല്ല അവിടെ സംഭവിക്കുന്നത്, ഭഗവാൻ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ വരുന്നില്ല. നാശം എന്ന് പറയുന്നത് ആത്മാവ് കീഴേക്ക് പോകുന്ന അവസ്ഥയാണ്. നമ്മൾ പറയുന്നത് എന്താ പറയുന്നത്? തന്റെ ഭക്തർ ഒരിക്കലും നശിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. തന്റെ ഭക്തർ പോലും പാപങ്ങൾ ചെയ്തേക്കാം, ഭഗവാൻ അറിയാം അതൊക്കെ. എന്നിട്ടും ഭഗവാൻ എന്താണ് പറയുന്നത്? തന്റെ ഭക്തരാണ് എങ്കിൽ അവർ ശുദ്ധരും പാപരഹിതരുമായി തീരുന്നു എന്നാണ് പറയുന്നത്. അതിനാണ് ഞാൻ മുമ്പ് പറയുന്നത്, ദിവസം അമ്പലത്തിൽ പോകുന്ന കാര്യവും ഭക്തി ഉണ്ടെന്നും പറഞ്ഞിട്ട് നടക്കുന്ന കാര്യവും പറയുന്നത്. അതല്ല ഭക്തി. ഭക്തി ആ വ്യക്തി എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുക. അതിനിടയ്ക്ക് ചിലപ്പോൾ പാപങ്ങളൊക്കെ ചെയ്തു പോയേക്കാം, അതും ഭഗവാൻ അറിയാം. മെറ്റീരിയൽ വേൾഡ് ആണ്. അപ്പം അവരെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്, തന്റെ ഭക്തര് ശുദ്ധരും പാപരഹിതരുമായി തീരുന്നു എന്ന് പറയുന്നു. ചിലപ്പോഴും ഭക്തരുടെ മുൻകാല ജീവിതങ്ങൾ ചിലപ്പോൾ മോശമായിരിക്കാം ഇതിലേക്ക് വരുന്നതിന് മുമ്പ്. അവര് പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടേക്കാം. എന്നാൽ അവര് എപ്പോഴാണോ ഭഗവാന്റെ വിശുദ്ധ നാമം ജപിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഭഗവാനെ അഭയം പ്രാപിച്ചതിനാല് അവരുടെ ഹൃദയവും എന്താണ്? ശുദ്ധീകരിക്കപ്പെടുകയും എല്ലാ പാപങ്ങളിൽ നിന്നും, ആ പാപ പ്രതികരണങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നു. അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ് എന്ത്? ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവര് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന പാപകർമ്മങ്ങളിൽ ഖേദം രേഖപ്പെടുത്തുന്നു. അവര് ഭഗവാനിൽ നിന്ന് പാപമോചനം നേടുന്നു. ഭഗവാനോട് ഒരു പാപവും ചെയ്യില്ല എന്ന് ഇനി പ്രതിജ്ഞ എടുക്കുന്നു. ഉറച്ച ദൃഢവിശ്വാസത്തോടെ വീണ്ടും ഭക്തി ജീവിതം ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഭക്തി ജീവിതം അഭ്യസിക്കാൻ തുടങ്ങുന്നു. പിന്നെയും ചിലപ്പം വന്നേക്കാം, എങ്കിലും വീണ്ടും പോയി ക്ഷമയം പറഞ്ഞ് കരഞ്ഞിട്ട് വീണ്ടും പോകുന്നു. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനല്ലാതെ വേറെ ആരുമില്ല അഭയം പ്രാപിക്കാൻ. അതുകൊണ്ട് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു, ഭൗതിക മലിനീകരണം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പ്രഭുപാദർ പറയുന്ന നമുക്കും അറിയാം, ഭൗതിക മലിനീകരണം എന്ന് പറയുന്നത് അത്രമാത്രം ശക്തമാണ്. നമ്മുടെ എല്ലാം ജീവിതം എന്ന് പറയുന്നത് മലിനീകരണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ, ഭഗവാൻ ഇല്ലാത്ത ചിന്തകൾ എല്ലാം. ഇപ്പം ഭഗവാന്റെ സേവനത്തില് 100% ഏർപ്പെട്ടിരിക്കുന്ന യോഗി പോലും ചിലപ്പോഴെന്താണ് കെണിയിൽപ്പെട്ടേക്കാമെന്നാണ് പറയുന്നത്. അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പം നമ്മുടെ അവസ്ഥ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്താണ് ചിന്തിക്കേണ്ടത്? കൃഷ്ണാവബോധം വളരെ ശക്തമാണ്. ആ കൃഷ്ണാവബോധം ശക്തമായതുകൊണ്ടാണ് എന്ത്, അങ്ങനെ വല്ലപ്പോഴുമുള്ള വീഴ്ചകള് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും ഭക്തരിൽ. അതുകൊണ്ട് ഭക്തിയോ സേവനത്തിന്റെ പ്രക്രിയ എല്ലായ്പ്പോഴും വിജയകരമാണ് എന്ന് പറയാൻ കാരണം അതാ. അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഭഗവാനെ അഭയം പ്രാപിക്കും. ആത്മഹത്യക്ക് വേറെ ഒന്നിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് പിന്നീട് കടക്കൂല.
ആ കൃഷ്ണൻ തന്റെ ഭക്തരോട് വളരെ കരുണയുള്ളവനാണ്. എല്ലാ സാഹചര്യങ്ങളിലും അവനെ സംരക്ഷിക്കുകയും തന്റെ ഭക്തർ തന്നിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് ഉറപ്പാക്കുകയും ആര് ചെയ്യുന്നു? ഭഗവാൻ ചെയ്യുന്നു. ഭക്തർ നമ്മളൊക്കെ ആ ഒരു പ്രോസസ്സിലോട്ട് പോകുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളെയും ഒരു ആ ഒരു ഘട്ടത്തില് രക്ഷിക്കുന്നുണ്ടാവാം. രക്ഷിക്കുന്നുണ്ടാവാം എന്നല്ല, രക്ഷിക്കുന്നുണ്ട്. രക്ഷിക്കുന്നുണ്ടാവാം എന്ന് പറയുന്നത് ഇനിയുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടാണ് പറയുന്നത്. അതാണ് ഭഗവാൻ. വേറെ ആരും ഇതൊന്നും എങ്ങും പറയുന്നില്ല. ആകെ കൃഷ്ണൻ മാത്രമേ ഇതൊക്കെ പറയുന്നുള്ളൂ. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നുള്ളൂ. അല്ലേ? നീ എൻ്റെ മോനാണ്, നിന്റെ ബീജദാതാവ് ഞാനാണ്, നിന്നെ ഞാൻ രക്ഷിക്കാം, നീ ഇങ്ങനെ ചെയ്യൂ, നീ അങ്ങനെ കിടന്ന് കഷ്ടപ്പെടരുത്, നീ ഈ രീതിയിൽ പ്രവർത്തിക്കൂ, ഈ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ശാശ്വതമല്ലാത്ത ലോകമാണ്. ഇവിടെ കഷ്ടപ്പാടാണ്. നീ വേറെ പ്രാർത്ഥിച്ചാൽ ഇനി നീ വീണ്ടും ഇവിടെ ജനിക്കേണ്ടതായിട്ട് വരും, നീ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഇതൊക്കെ വേറെ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? നമ്മുടെ വീട്ടുകാർ പോലും പറഞ്ഞു തരുന്നുണ്ടോ? ഇല്ല. ആകെ ആരാ പറഞ്ഞു തരുന്നത്? കൃഷ്ണൻ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. വേറെ ഒരു മനുഷ്യരും പറഞ്ഞു തരുന്നില്ല, ഒരു ദൈവവും പറഞ്ഞു തരുന്നില്ല ഇതൊന്നും. അപ്പം ആ കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നവരെവിടെ ചെല്ലും? ആ പരമമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തെത്തും. ആ ആ കൃഷ്ണഭക്തി പരിശീലിക്കാൻ വേണ്ടിയിട്ട് അനുഷ്ഠിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്. അപ്പം അതിന് ഒരു യോഗ്യതയുടെയും ആവശ്യമില്ല. ഒറ്റ യോഗ്യതയും വേണ്ട എന്നാണ് പറയുന്നത്. പാപിയായിട്ടുള്ള ഒരു മനുഷ്യന് പോലും ഭക്തി അഭ്യസിക്കാൻ തുടങ്ങുകയും ശുദ്ധി നേടുകയും ചെയ്യാം. ഭക്തി അഭ്യസിക്കുകയും അതിലൂടെ ശുദ്ധി നേടുകയും ചെയ്യാം. ഉദാഹരണത്തിന് ആരാണ്? മൃഗരി, അല്ലേ? ഒരു ക്രൂരനായ വേട്ടക്കാരനായിരുന്നു. എന്നാല് നാരദമുനിയുടെ മാർഗനിർദ്ദേശ പ്രകാരം അദ്ദേഹം ഭക്തി അഭ്യസിക്കാൻ തുടങ്ങിയപ്പോഴ് ശുദ്ധനാവുകയും കൃഷ്ണനെ പ്രാപിക്കുകയും ചെയ്തു. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൗതിക യോഗ്യത ഒന്നും അദ്ദേഹം കാണുന്നില്ല. എഞ്ചിനീയറോ ഡോക്ടറോ സയന്റിസ്റ്റോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇതൊന്നും, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനെന്നോ തോട്ടിപ്പണിക്കാരൻ, ഇതൊന്നും അദ്ദേഹം കാണുന്നില്ല. കൂടാതെ നമ്മുടെ മുൻകാല മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ക്ഷമിക്കാനും അദ്ദേഹം തയ്യാറാണ്. ആ കൃഷ്ണൻ എന്താണ് നോക്കുന്ന? ഒരേ ഒരു കാര്യം നോക്കുന്നതാണ്, ആ ഭക്തിപരമായിട്ടുള്ള ജീവിത പ്രക്രിയയെ ആത്മാർത്ഥമായിട്ട് പരിശീലിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ആര് നോക്കുന്നുള്ളൂ? ഭഗവാൻ നോക്കുന്നുള്ളൂ. ആ ശക്തമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ആ കൃഷ്ണൻ തന്റെ കരുണ നമ്മുടെ മേൽ ചൊരിയും. അപ്പം ആ ആധ്യാത്മിക ജീവിതത്തില് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, ഏതൊരാൾക്കും ഈ കാരുണ്യം ലഭ്യമാണ്. എപ്പോഴും കിട്ടും. ഈ ഒരു സംഗതി ചെയ്താൽ മാത്രം മതി. അതിന് ബ്രാഹ്മണരും ബ്രാഹ്മണേതരും ബ്രാഹ്മണേതരരും സ്ത്രീകളും പുരുഷരും ധനികരും ദരിദ്രരും എല്ലാം എന്താണ്? ആ കൃഷ്ണസ്നേഹം നേടുന്നതില് യോഗ്യരാണ്. അവിടെ ഇതൊന്നും എന്താണ്? ബാധകമല്ല. അപ്പം കൃഷ്ണൻ നമുക്കൊരു സൂത്രവാക്യം നൽകുന്നു. അതിലൂടെ നമുക്ക് എല്ലാവർക്കും എന്താണ്? കൃഷ്ണനെ ഉറപ്പായും നേടാൻ കഴിയും. എന്താണ് സൂത്രവാക്യം? എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും നീ എന്നെ പ്രാപിക്കും. 9:34 ഇത്രയുള്ള സിമ്പിൾ. എന്നില് ഭഗവാനിൽ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാവുക, ഭഗവാനെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ഭഗവാനിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നതുകൊണ്ട് എന്താണ്? ഭഗവാന്റെ അടുക്കൽ തന്നെ എത്തിച്ചേരും. ഇപ്പൊ നിർത്തുന്നതിന് മുമ്പ് എന്താണ് ഈ ആ ഒരു അധ്യായത്തില്, ആ ഭഗവത്ഗീതയുടെ 9-ാം അധ്യായത്തില് ചർച്ച ചെയ്യുന്ന ഭക്തിയുടെ, ശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്താണ്? ഈ പറഞ്ഞവയൊക്കെയാണ്. ഈ ശുദ്ധമായിട്ടുള്ള ഭക്തിശുദ്ധ സേവനങ്ങള്
ആ ഭക്തി തത്വങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണനെ നേടാനും നമ്മുടെ ജീവിതം പൂർണ്ണമാക്കാനും കഴിയും. ഇതാണ് ഏറ്റവും വലിയ അറിവ്. ഇത് മാത്രം പാലിച്ചാൽ മതി ഒരു 1 മണിക്കൂർ ക്ലാസ്. അങ്ങനെ ഉണ്ട് എങ്കിൽ തിരിച്ച് ഭഗവാന്റെ അടുക്കൽ തന്നെ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സാധിക്കും. പിന്നീട് ഈ ഭൂമിയിലേക്ക് വരേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ ഒരു ദുഃഖത്തിന്റെയും ആവശ്യകതയുമില്ല. ആ ദുഃഖം മാറ്റാൻ ശ്രീകൃഷ്ണന് മാത്രമേ സാധിക്കൂ. ഹരേ കൃഷ്ണ.